എപ്പോഴും അമ്മയ്ക്ക് ആഭരണങ്ങളുണ്ടാവും. എപ്പോഴും അമ്മയുടെ ചെവിയിൽ നീർക്കേണ്ട കമ്പുണ്ടാവും. അമ്മ ഇവിടെ പോയി വരുമ്പോൾ അമ്മയുടെ സ്വർണ്ണത്തിന്റെ കടും മഞ്ഞ കളറുള്ള മാലയും അമ്മയുടെ കണ്ണലൊക്കെ മരിച്ച് സോപ്പുള്ള വെള്ളത്തിട്ട് വയ്ക്കും. എന്നിട്ട് അമ്മ ഇന്ന് ഓർമ്മയുണ്ട് ഇങ്ങനെ കഴുകി തുടച്ച് തുണിക്കാത്ത പൊതിഞ്ഞ് അമ്മയെടുത്ത് കാത്തു വയ്ക്കും. അപ്പൊ ആഭരണമില്ലാത്ത കാതിലൊന്നുമില്ലാത്ത മേരിക്കുട്ടി എന്ന് പറയുന്ന അമ്മയാണ് എൻ്റെ കോളേജിൽ ദിവസമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഫ്രീമായിട്ട് മനസ്സിലാവും. എന്റെ പ്രാർത്ഥന എങ്ങനെയാണ് ഈ ജോലി കിട്ടിയാൽ എന്റെ ശമ്പളം ആദ്യ ശമ്പളം ഞാൻ ഉപയോഗിച്ചാൽ കുഞ്ഞിൽ മുട്ട് വരുമോ? ആ പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ ഫലങ്ങൾ ഞാൻ തിരിച്ച് വൈകുന്നേരത്തിലേക്ക് പോയി. ഇന്ന് ഓർമ്മയുണ്ട്, ഒരു 700 പോക്കറ്റുണ്ട്, ഒരു നനച്ച ജീൻസും, അങ്ങനെ ഒരു കാർപ്പറേഷൻ കൊണ്ടുകൊണ്ടാണ് ഞാൻ എക്സാമിന് വരുന്നത്. ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ കോയമ്പത്തൂരിലെ കമ്പനി ശ്രീലേഖസ് കമ്പനി എന്ന കമ്പനിയിൽ ഞാനൊരു ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഫോണുകൾ പോകും. പെങ്ങളാണ് വിളിക്കണേ, അവിടെ വിളിച്ചിട്ട് ഈ കോള് ഓഫാക്കാനൊക്കെ വിഷമിക്കണേ. അങ്ങനെ പെങ്ങള് അവിടെ വിളിച്ചിട്ട് പറഞ്ഞു, ഡാൻസ് ഓൾറെഡി ഫോൺ പറഞ്ഞു സിസ്റ്റർ കേരളത്തിലെ ആ ഫോൺ ഒന്ന് ഓർഡർ பண்ணிட்டேங்கப்பா. ഓടി ഫോൺ എടുത്തു. എടാ സുഖമാണെന്ന് വെച്ചാൽ എടാ റാങ്ക് വന്നു വെച്ചു. ആ വന്നു, എന്റെ പേര് നോക്കി വെച്ചു. ആടാ നോക്കി, പക്ഷെ നിന്റെ പേര് മാത്രം അതിനകത്ത് ഇന്നടാ. ലാസ്റ്റ് ഇന്നടാ വളർത്ത കരച്ചില് ഞാനും കരഞ്ഞു. ഇത് ഏറ്റവും കൂടുതൽ കരഞ്ഞ നിമിഷമാണ്, പൊട്ടിക്കരഞ്ഞ നിമിഷമാണ്. അങ്ങനെ മനസ്സിന് വലിയ സന്തോഷം. അങ്ങനെ പൊരുത്തങ്ങൾക്ക് തലവശം വിശേഷിക്കപ്പെട്ട ഫിലിപ്പുമാരുടെ ശിരസിൽ അശോക സമൂഹയ്ക്ക് ഭാഗ്യം ലഭിച്ചു എന്ന നിമിഷമായിരുന്നു. തുടർന്ന് മലബാർ സ്പെഷ്യൽ 9 മാസം കാലത്തെ കണ്ടക്ടർ ട്രെയിനിങ്. അങ്ങനെ ആദ്യ സ്റ്റൈഫൻ 2 സ്റ്റൈഫൻ കൂട്ടി വെച്ച് മലബാർ കൊണ്ടുവന്ന അമ്മയ്ക്കൊരു കുഞ്ഞു മുട്ടുകളും. ഇന്നമ്മയ്ക്ക് ഒരുപാട് സ്വർണ്ണമൊക്കെ ഉണ്ട്, വണ്ടിയുണ്ട്, സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അപ്പോഴേക്കും അമ്മയ്ക്ക് എല്ലാമായപ്പോൾ അമ്മയുടെ ശരീരത്തിന്റെ വില നഷ്ടപ്പെട്ടു. അവരുടെ ഭാഗം കുഴഞ്ഞു പോയി. എന്നാലും കുഴഞ്ഞു പോയി നമ്മൾ വീട്ടിനകത്തെല്ലാം ഇരിക്കണം. അമ്മ പോകാത്ത സ്ഥലങ്ങളിൽ, അമ്മ കാണാത്ത സിനിമകളില്ല, അമ്മ പോകാത്ത ബന്ധുമിത്രാദികളില്ല. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിന്റെ അമ്മയ്ക്കുള്ള സീറ്റാണ്. ഞാനിപ്പോഴും ഇതൊക്കെ ചിന്തിക്കുന്ന ചിന്തയാണ്, എപ്പോഴും നിങ്ങളുടെ അമ്മമാർക്ക് ഒരു ആയുസ് ഇട്ട് കൊടുക്കണം. നമ്മള് ചെറിയ അമ്മയുടെ ആയുസ് ഇങ്ങനെ എഴുതുന്ന പേപ്പർ ആയുസ് എഴുതുന്നത് 2021 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് പറയുന്നത് മനുഷ്യന്റെ ശരാശരി ആയുസ് 80 വയസ്സാണ്. എന്നെ കുറിച്ച് ആ 80 വയസ്സ് ആയുസാണെങ്കിൽ ഞാനിങ്ങനെ എപ്പോഴും കൂട്ടി നോക്കുക, എൻ്റെ അമ്മയ്ക്ക് 74 വയസ്സായി. അപ്പൊ ഇനി അമ്മയ്ക്ക് 6 വർഷം കൊണ്ട് അവിടെ കയറുള്ളൂ. അപ്പൊ 6 കൊടുക്കണം 365. ഇതിലേക്ക് 2000 ചില ദിവസം അവിടെ കയറുള്ളൂ. അതിൽ പകുതി പകലും പതി രാത്രിയാണ്. അത് പകുതി ദിവസം വന്നിട്ട് അമ്മ പകലും രാത്രി കിടന്നു. ബാക്കി 1000 ചില ദിവസം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരുപക്ഷെ ആ 80 കഴിഞ്ഞ് അമ്മ പോവാം, ഒരുപക്ഷെ 80 മുമ്പും അമ്മ മാഞ്ഞു പോവാം. അപ്പൊ ഈ 1000 ദിവസം അമ്മയുടെ കയ്യിലുള്ള 1000 ദിവസം എന്റെ കയ്യിലുള്ള എന്റെ അമ്മ അന്ന് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കില് പുള്ളിപ്പാടം വില്ലേജിൽ എന്റെ ആ കുഞ്ഞു താമൂട്ടി വീട്ടിനകത്ത് ഇരിക്കേണ്ട നല്ല ഒരു ഭാഗങ്ങൾ ഞാൻ കണ്ടു. അമ്മയ്ക്ക് കണ്ടിടങ്ങളിൽ അമ്മയ്ക്ക് സന്തോഷം നൽകുന്നത് കിടങ്ങൂഷങ്ങൾ, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബന്ധുമിത്രാദികൾ, അമ്മയുടെ സഹോദരിമാർ, അമ്മ ഇഷ്ടപ്പെട്ട ദേവാലയം, അമ്മ പോകാൻ ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുക എന്നതാണ് ഏറ്റവും വലിയ സന്തോഷമായ നിമിഷം. അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തെ തുടർന്ന്